ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. VC അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷി, സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്? VC അവിടെ എത്തിയിട്ടില്ലല്ലോ. താൽക്കാലിക VC മോഹൻ കുന്നുമലും എത്തിയിട്ടില്ല. രജിസ്ട്രാറായി ഇപ്പോൾ സസ്പെൻഷൻ തുടരുന്നുവെന്ന് ചാൻസലർ ഗവർണർ പറയുന്ന, എന്നാൽ സസ്പെൻഷൻ അല്ല എന്ന് സിൻഡിക്കേറ്റ് പറയുന്ന അനിൽകുമാറും ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല. നിലവിൽ വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ റോഷി? അരുൺകുമാർ, കേരള സർവകലാശാല ആസ്ഥാനം പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ്. ഏതാണ്ട് DCPയുടെ നേതൃത്വത്തിൽ 700ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവകലാശാലയിലുണ്ട്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുകൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. 10 ഇൻസ്പെക്ടർമാർ, 4 DYSPമാർ, ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ. ഈ 2 ജില്ലകളിൽ നിന്ന് അടക്കമുള്ള ഇൻസ്പെക്ടർമാരും DYSPമാരൊക്കെ ഇങ്ങോട്ട് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ച്, ആ പ്രതിഷേധ മാർച്ചിലുണ്ടായ സംഘർഷവും നാശനഷ്ടവുമാണ്. ഏതെങ്കിലും തരത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക കൊണ്ട് തന്നെയാണ് ഇത്രയേറെ സുരക്ഷ. പക്ഷേ ഇന്ന് പ്രതിഷേധം, സംഘർഷം ഉണ്ടാകുന്നില്ലെന്ന കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. ഒന്ന്, DYFI നടത്തുന്ന സർവകലാശാലയിലേക്കുള്ള മാർച്ച്, അത് അവിടെ ഗേറ്റിന് സമീപം തന്നെ ബാരിക്കേഡ് തീർത്ത് തടയും. വിദ്യാർത്ഥികളല്ലാത്തതുകൊണ്ട് DYFI പ്രവർത്തകർ ഒരിക്കലും ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കില്ലെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസിനുള്ളത്. മറ്റൊന്ന് ASFന്റെ പ്രതിഷേധമാണ്. ഒരുപക്ഷേ ASF ക്യാമ്പസിനകത്തേക്ക് കടന്നേക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ തടയാൻ ഈ പോലീസുകാർ ധാരാളമാണ്. തൊട്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ രജിസ്ട്രാറുടെ ഓഫീസാണ്. അവിടേക്ക് രജിസ്ട്രാർ എത്തിച്ചേർന്നാൽ പോലീസുകാർ തടയില്ല. ഇവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞാൽ പോലീസുകാർ മാറി നിൽക്കും. കാരണം സർവകലാശാലയ്ക്കകത്ത് ഈ രജിസ്ട്രാർ തർക്കത്തിൽ പോലീസ് എന്തായാലും നേരിട്ട് ഇടപെടില്ല. വൈസ് ചാൻസലർക്കും ഒപ്പം സർവകലാശാലയിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടായാൽ അത് തടയുക എന്നതിനപ്പുറത്തേക്ക് മറ്റു ഇടപെടൽ പോലീസിന്റെ ശരി റോഷി, അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പോലീസ് എന്തായാലും രജിസ്ട്രാറെ തടയില്ല. രജിസ്ട്രാർ വന്നാൽ പോലീസ് രജിസ്ട്രാർക്ക് വഴിയൊരുക്കും. എന്നാൽ അവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ VCയുടെ നിർദ്ദേശം അനുസരിച്ച് തടയുമോ എന്നതാണ് അറിയേണ്ടത്. അത് നമുക്കിനി അല്പസമയത്തുള്ളിൽ നമുക്ക് ആ കാഴ്ചകൾ കാണാം. പോലീസ് സർവ്വസജ്ജമായി സർവകലാശാലയെ പൂർണ്ണമായിട്ടും വളഞ്ഞിരിക്കുന്നു. പ്രേക്ഷകർക്ക് ആ ബോർഡ് കാണാം. ഡോക്ടർ KS അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസ് മുറിയാണ്. അപ്പോൾ ആ ഓഫീസ് മുറിയിൽ അല്പസമയത്തിനുള്ളിൽ രജിസ്ട്രാർ എത്തുകയാണെങ്കിൽ തടയണമെന്ന് VC, തടഞ്ഞാൽ ഞങ്ങൾ പ്രവേശിപ്പിക്കുമെന്ന് സിൻഡിക്കേറ്റ്, വിഷയത്തിൽ ഇടപെടില്ലെന്ന് പോലീസ് എന്നുള്ളതാണ്. എന്നാലും DYFIയുടെയും SFIയുടെയും മാർച്ചുമുണ്ട്. അരുൺ ഇപ്പോൾ നമുക്കിപ്പം രാജ്ഭവനിൽ നിന്ന് ചേരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. ഒന്ന് സർവകലാശാല ദൃശ്യവും ഒന്ന് രാജ്ഭവനിലെ ദൃശ്യങ്ങളും നമുക്ക് രണ്ടും സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അരുൺ സോളമൻ, എന്താണ് ഇപ്പോൾ രാജ്ഭവൻ പരിസരത്തുള്ള അവസ്ഥ? 11 മണി കഴിയുമ്പോഴാണോ SFI മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്? വിദ്യാർത്ഥികളൊക്കെ അവിടെ എത്തിത്തുടങ്ങിയോ? അരുൺ, നിലവിൽ രാജ്ഭവൻ വലിയ പോലീസ് സന്നാഹത്തിന്റെ സുരക്ഷയിലാണ്. ഇന്നിപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുൻപ് തന്നെ പോലീസ് താവളമടിച്ചിരിക്കുകയാണ്. നിലവിൽ ജില്ലയിൽ ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് 700-ലധികം പോലീസിനെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതായത് സർവകലാശാലയിലും രാജ്ഭവനിലുമായിട്ട് നിലവിൽ ഇവിടെ 350-ന് മുകളിൽ പോലീസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അനൌദ്യോഗികമായിട്ട് ലഭിച്ച വിവരം. എന്തായാലും വലിയ ഒരു സുരക്ഷയുണ്ട്.